Hello guys. So today we are going to Kerala's biggest waterfall. Yes, we are going to Adirampalli. ഇവിടെ നിന്നും ഏകദേശം ഒരു 1 hour ഉണ്ട് അതിരമ്പള്ളിക്ക്. സോ നൗ ദ ടൈം ഈസ് അറൗണ്ട് ലൈക്ക് 11:30. പോകുന്ന വഴിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന പോലെ നാട്ടുപ്രദേശങ്ങളാണ്. ഫൈനലി നമ്മൾ മല കണ്ടു തുടങ്ങി. ഇതധികം ക്രൗഡൊന്നും ഇല്ലാത്തൊരു റോഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തി. Here we have to give a vehicle number, contact number and all. ഇവിടെയൊക്കെ നല്ല തണലാണ് കേട്ടോ. ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കാരണം അതിൻ്റെ ഷെയ്ഡ്സ് ആണ് ഫുള്ള്. ഇവിടെ നോവ ബേബി ഓറഞ്ചൊക്കെ കഴിച്ചിട്ടിരിക്കുവാണ്. അപ്പോഴേക്കും ചേട്ടായി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് വന്നു. ഈ വഴിയൊക്കെ 2 സൈഡും കാടാണ്. ആൻഡ് ഇവിടെ എല്ലായിടത്തും എലിഫൻസ് വരാറുള്ള പ്ലേസ് ആണെന്നുള്ള വാർണിംഗ് ബോർഡ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. And yes, coconut trees. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് അതിരമ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ചാലക്കുടിയിലാണിത്. നല്ല ക്ലിയർ വാട്ടർ ആണ് കേട്ടോ. ചാലക്കുടി പുഴയാണ് ഈ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് നമ്മുടെ വണ്ടി സൈഡാക്കി. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 12:30 ആയി. സോ വി തോട്ട് വി കുഡ് ഹാവ് ലഞ്ച് നൗ ആൻഡ് വി സ്റ്റോപ്ഡ് അവർ വെഹിക്കിൾ ഫോർ ദാറ്റ്. നമ്മളിപ്രാവശ്യം ഫുഡ് മേടിക്കുകയാണ് ചെയ്തത് കേട്ടോ. മേടിച്ച് കൊണ്ടുവരിക ചെയ്തത്. ബിക്കോസ് ഇവിടെ അങ്ങനെ ഷോപ്സ് ഒന്നും അവൈലബിൾ അല്ല. മെയിൻ റോഡിലേക്ക് കയറിയാൽ ഉണ്ടാകും കേട്ടോ. അതിരമ്പള്ളി സൈഡിലൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. വി ആർ നൗ ഇൻ ദ മിഡിൽ ഓഫ് എ ഫോറസ്റ്റ് നിയർ ഏഴാറ്റുമുഖം. ഇറ്റ് വാസ് സച്ച് എ ഡിഫറെൻറ്റ് ആൻഡ് റിഫ്രഷിംഗ് വൈബ്. അപ്പോൾ എല്ലാവരും ഒരു കാട്ടിന് നടുക്ക് നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏഴാറ്റുമുഖത്തിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് കേട്ടോ അതിരമ്പള്ളിയിലേക്ക് പോകുന്നത്. ഏഴാറ്റുമുഖവും ഒരു വാട്ടർഫോൾ ആണ്. അവിടെ നമുക്ക് കുളിക്കാനും ഇറങ്ങാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഏഴാറ്റുമുഖത്ത് കൂടി ഇറങ്ങാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒഴുക്ക് കുറച്ച് കൂടുതലാണ്. അവിടെ സൈഡിൽ നിന്ന് ആളുകൾ തുണി വാഷ് ചെയ്യുന്നതും കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ നാട്ടിലെ ആളുകളൊക്കെ എല്ലാ ആവശ്യത്തിനും യൂസ് ചെയ്യുന്നത് ഈ വെള്ളം തന്നെയാണ് കേട്ടോ. കുടിക്കാനും അലക്കാനും കുളിക്കാനും ഒക്കെ. ബിക്കോസ് ഇത് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. And we brought some snacks too. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് നടക്കുവാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. പോകുന്ന വഴി നമുക്ക് ഒരുപാട് മങ്കീസിനൊക്കെ ഇവിടെ കാണാൻ പറ്റും. മങ്കീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് എല്ലാം ഈ ഫോറസ്റ്റിലുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പാത്ത് വേ കെട്ടിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നടക്കാൻ പറ്റും. ഇതൊരു ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസ് ആണ്. ഒരു എക്കോ പാർക്ക് ഷെൽട്ടറൊക്കെ പോലെ ബാമ്പു വെച്ചിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ നിന്ന്. അങ്ങനെ നടന്ന് നമ്മൾ സ്പോട്ടിലെത്തി. ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ പേരിലാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. ഏകദേശം ഒരു 80 അടി ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം വീണുകൊണ്ടിരിക്കുന്നത്. ജൂൺ ടു സെപ്റ്റംബർ ആണ് ഇവിടുത്തെ പീക്ക് ടൈം. ബിക്കോസ് ആ ഒരു മൺസൂൺ ടൈമിലാണ് വാട്ടർഫോൾസ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഫോഴ്സിലാണ് ഈ വെള്ളം ആക്ച്വലി വീണുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ ഇതിൻ്റെ ഫോഴ്സ് അറിയാൻ പറ്റും. എനിക്ക് ഈ സ്പോട്ട് കാണുമ്പോൾ അപ്പോൾ ബാഹുബലി മൂവിയാണ് ഓർമ്മ വരുന്നത്. ബാഹുബലി ഈ ലൊക്കേഷനിലായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുമ്പ് നമ്മൾ വന്നപ്പോഴൊക്കെ നമുക്ക് ഇവിടെ ആക്ച്വലി ഇറങ്ങി കുളിക്കാനും കാല് നനയ്ക്കാനൊക്കെ പറ്റുമായിരുന്നേ. പക്ഷെ ഇപ്പോൾ കണ്ടോ അവരവിടെ റോപ്പ് വെച്ചിട്ട് ബൗണ്ടറീസ് കെട്ടി വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ ഇപ്പോൾ ഒഴുക്ക് കൂടുതലായതുകൊണ്ട് ആളെയൊന്നും അവരങ്ങനെ ഇറക്കുന്നില്ല. അടുത്തതായി കുറച്ച് കപ്പിൾ ഫോട്ടോഷൂട്ടാണ്. ഞാൻ ഫോട്ടോ അല്ല വീഡിയോ ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആക്ഷൻസ് ആണ് കേട്ടോ ഇത്. അപ്പച്ചനും അമ്മയും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഓരോ ആക്ഷൻസ് കാണിച്ചുകൊണ്ടിരിക്കുവാണ്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് വെളിവില്ല കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം കണ്ടപ്പോൾ നോവനെ ഒന്ന് ഇറക്കി. നമുക്ക് കാല് നനയ്ക്കാൻ പാകത്തിനുള്ള വെള്ളമൊന്നും അവിടെ ഇല്ല. അപ്പം നോവയുടെ സൈസിന് കറക്റ്റാണിത്. Here someone is having ice cream. So that we decided to get some ice cream too.
ഞങ്ങൾ 3 പേർക്ക് 3 ഫ്ലേവേഴ്സ് വെച്ച് മേടിച്ചു. എനിക്ക് പിന്നെ ഒബ്വിയസ്ലി ചോക്ലേറ്റ് ആയിരിക്കുമല്ലോ. അവിടെയുള്ള കടയിൽ നിന്ന് അപ്പച്ചൻ അവനൊരു കൂളിംഗ് ഗ്ലാസ് മേടിച്ചു കൊടുത്തേ. അപ്പോൾ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ടുള്ള നോവ ബേബിയുടെ ഷോയാണ് കുറച്ച് നേരം. ലുക്ക് അറ്റ് ദ ലോങ് വ്യൂ. ബാഹുബലി ഇതിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ എടുത്ത് ചാടുന്നത്. ഇവിടെ ഒത്തിരി മങ്കീസ് ഉണ്ട് കേട്ടോ. ഇവിടെ 2 പേര് ഇരിക്കുന്നത് കണ്ടോ. ഇവർ ആക്ച്വലി ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുന്ന വഴി ഏഴാറ്റുമുഖം കയറി കേട്ടോ. ഫസ്റ്റ് നമ്മൾ പാർക്കിലേക്കാണ് കേട്ടോ വന്നത്. ബിക്കോസ് നോവ ബേബി ഈസ് അവർ ഫസ്റ്റ് പ്രയോറിറ്റി. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടോയ്സ് ഐറ്റംസ് ഉണ്ട്. നോവ ബേബി ഓടി നടന്ന് എല്ലാം ട്രൈ ചെയ്യുവാണ്. യെസ്, ഭയങ്കര ധൈര്യശാലിയാണ് കേട്ടോ. ഒരു പേടിയില്ല ഇങ്ങനെയൊക്കെ കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് വലിയ ആളുകൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റൈഡും ഇല്ല ഗൈസ്. ഇനി കുറച്ച് നേരം ഇവനെ മാറ്റിയിട്ട് ഞാൻ കയറിയാലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവിടെ സെക്യൂരിറ്റിനെ കണ്ടപ്പോൾ ഞാൻ ആ തീരുമാനം വേണ്ടാന്ന് വെച്ചു. ഏഴാറ്റുമുഖം നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അവർ വെള്ളത്തിൽ ഇറക്കുന്നില്ല. ഒഴുക്ക് കൂടുതലാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ ഇറക്കിയില്ല. മുതിർന്ന കുട്ടികൾക്ക് വേണ്ടി ആക്ച്വലി ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ പുറത്തൊന്ന് കുറച്ച് നേരം കയറിയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഒരു 1 hour ഒക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ തിരിച്ചു പോന്നു. അങ്ങനെ നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് നടക്കുവാണ്. തിരിച്ചു പോരുന്ന വഴി നമ്മളൊരു ചായക്കടയിൽ കയറി ചായ കുടിച്ചു, കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ഗൈസ്.